ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഡൗണിലായിരുന്നു ഓപ്പൺ ആയത്. ആ ഒരു ഏഷ്യൻ മാർക്കറ്റിനെ ട്രെൻഡ് ഫോളോ ചെയ്ത് എന്ന് വേണം കാണാനായിട്ട്. നിഫ്റ്റിയും ഓപ്പണിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 9168 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 9240 വരെ ഇന്ന് ഹൈ പോയി. ലോ നോക്കുകയാണെങ്കിൽ 9043 വരെയായിരുന്നു ഇന്ന് മാർക്കറ്റ് ലോ പോയത്. പിന്നെ അതേ തുടർന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു മാർക്കറ്റിലൊരു നല്ലൊരു സ്ട്രോങ് ബൈ വന്നതിനോടുകൂടി ആ ഒരു ലോസ് ഒക്കെ കുറച്ചൊക്കെ ഇറേസ് ചെയ്ത് 9196 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഇന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത് ഒരു ഏഷ്യൻ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കുറേ കമ്പനികളുടെ ഏണിംഗ്സ് ഡാറ്റ റിലീസായി. വീക്കറായിട്ടുള്ള ഒരു ഏണിംഗ് ഡാറ്റ, അതുപോലെ തന്നെ കൊറോണയുടെ ഒരു കേസസിലുള്ള റൈസ്, ഇതൊക്കെയായിരുന്നു മാർക്കറ്റിനെ പിന്നെയും താഴേക്ക് ഡ്രാഗ് ചെയ്തത്. അപ്പോൾ ഇനി ഇന്നത്തെ മാർക്കറ്റ് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇന്ന് മെറ്റൽ, മീഡിയ, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് സെക്ടറിൽ നിന്നിട്ടുണ്ടായിരുന്നത്. പ്രൈവറ്റ് ബാങ്ക്, അതേപോലെ തന്നെ ഫാർമ, ഈ ഒരു സെക്ടറുകളൊക്കെയായിരുന്നു ലോസേഴ്സ് സെക്ടർ സൈഡിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അഡ്വാൻസസ് ഡിക്ലൈൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50ൽ 32 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 18 സ്റ്റോക്കുകളായിരുന്നു ഡിക്ലൈനിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ആ ഒരു ചാർട്ട്, ഡേ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു ബിയറിഷ് സൈഡിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ലോവർ സൈഡിലേക്ക് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് കൂടുതൽ നോക്കി നിൽക്കുന്നത്. അതുപോലെ തന്നെ വീക്ക്ലി ചാർട്ടിൽ നമ്മൾ ഇന്നലെ കണ്ടു ആ ഒരു ഹറാമി പാറ്റേണിൻ്റെ കൂടുതൽ ഫോർമേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മാർക്കറ്റ്. ഇനി നമുക്കിപ്പോഴും ഒരു ബയേഴ്സ് സൈഡിൽ നിന്നുള്ള ഒരു സിഗ്നൽ ഇപ്പോൾ മാർക്കറ്റിലില്ല. കൂടുതലും സെല്ലേഴ്സിന് തന്നെ ഫേവറബിൾ ആണ് ഇപ്പോഴത്തെ മാർക്കറ്റും. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സപ്പോർട്ട്, അതായത് 9140, ആ ഒരു സപ്പോർട്ട് ഇപ്പോഴും നമുക്ക് ഹോൾഡ് ചെയ്യാം. കാരണം അതിനെ കട്ട് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് ആ ഒരു ഗെയിനൊക്കെ, ആ ഒരു ലോസൊക്കെ റേസ് ചെയ്ത് വീണ്ടും 9140 മുകളിൽ 9140 മുകളിൽ മാർക്കറ്റ് വീണ്ടും ഇന്ന് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 9140 ഇപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് തന്നെ വെക്കാം. പിന്നെ അതുപോലെ തന്നെ அதை തുടർന്ന് 8900 ആ ഒരു രണ്ട് സപ്പോർട്ടുകളാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും കാണുന്നത്. ഇനി ഇന്ന് ശ്രദ്ധിക്കാനുള്ള വിഷയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ ഇന്ന് മീറ്റ് ചെയ്യും, ഓൺലൈൻ വരുന്നു എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ന്യൂസ് മിക്കവാറും നാളത്തെ ശ്രദ്ധിക്കുക. കാരണം നാളത്തെ മാർക്കറ്റിലേക്ക് ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധ്യതകളുണ്ടാകാം. അപ്പോൾ എന്താണ് പറയാൻ പോകുന്നത്? അതിപ്പോൾ ഇന്നലെ ആ ഒരു ചീഫ് മിനിസ്റ്റേഴ്സുമായിട്ടുള്ള മീറ്റിങ്ങിൽ, പി എമ്മിൻ്റെ മീറ്റിങ്ങിൽ 5 സ്റ്റേറ്റുകൾ ആ ഒരു ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ റിലാക്സേഷൻ കൊണ്ടുവരണം എന്നായിരുന്നു ബാക്കിയുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഡിസിഷൻ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ന്യൂസിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റിമുലസ് പാക്കേജിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നു. അപ്പം ആ ഒരു സ്റ്റിമുലസ് പാക്കേജിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നതും അതോടുകൂടി തന്നെ ആ ഒരു സ്റ്റിമുലസ് പാക്കേജ് എത്രമാത്രം ഗുണപ്രദമാണ്, അതുപോലെ തന്നെ ആ ഒരു സ്റ്റിമുലസ് പാക്കേജ് അനൗൺസ് ആയതിനു ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്ടിവിറ്റികളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കൺസിഡർ ചെയ്ത് അതിനെ തുടർന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതുമാത്രമല്ല, അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൊറോണയെ സംബന്ധിച്ചിടത്തോളം ന്യൂസുകൾ, അപ്ഡേറ്റുകളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ US ചൈന ട്രേഡ് വാറിൻ്റെ ന്യൂസുകളും അതുപോലെ തന്നെ ആ ഓരോ രാജ്യത്ത് നടക്കുന്ന ഒരു ന്യൂസുകളൊക്കെ ഒന്ന് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യും. ഇപ്പം നമുക്ക് ന്യൂസിനെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ക്ലാരിറ്റികൾ കിട്ടുക, മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ, അതുപോലെ തന്നെ മാർക്കറ്റിലെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ന്യൂസുകളിൽ നിന്ന് കൂടുതൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റുകൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂസിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക ഈ ഒരു സമയത്ത്. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നാസ്ഡാക്ക് ഒരു പോസിറ്റീവിലായിരുന്നു എൻഡ് ആയത്. പക്ഷേ US ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഡൗണിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കണ്ടത്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ട്രെൻഡാണ് കാണുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഒരു മിക്സഡ് ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. കൂടുതലും ഡൗണിൽ നിൽക്കുന്നു. SGX നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു മോഡസ്റ്റ് ഗെയിനിലാണ് ഇപ്പോൾ 49 പോയിൻറ്റ്സ് ഗെയിനിൽ ഇപ്പോൾ നിൽക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ നിന്നൊരു വർധനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് സൗദി അവരുടെ ഒരു പ്രൊഡക്ഷൻ കട്ട് വരുത്തുന്നു എന്നുള്ളൊരു ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു പ്രധാനമായിട്ടും ക്രൂഡ് ഓയിലിനൊരു പോസിറ്റീവ് ന്യൂസ് കൊണ്ടുവന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു. FII നോക്കുകയാണെങ്കിൽ 524 കോടി നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, DIയുടെ ഭാഗത്തു നിന്ന് ഒരു 821 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് വന്നിരിക്കുന്നത്. രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഇന്ന് ചെറിയൊരു ഗെയിൻ രൂപയൊക്കെ ഉണ്ടായിട്ടുണ്ട്. രൂപയുടെ മൂല്യം ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് 24 പൈസ ഉയർന്ന് 75.5 ഇന്ന് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിനെ പ്രധാനമായിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC, കൊട്ടക് മഹീന്ദ്ര, പിന്നെ അതുപോലെ തന്നെ HUL, ഏഷ്യൻ പെയിൻറ്റ്സ്, ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും നിഫ്റ്റിനെ താഴേക്ക് ഡ്രാഗ് ചെയ്ത സ്റ്റോക്കുകൾ. ഇനി HDFC മ്യൂച്വൽ ഫണ്ട്സിൻ്റെ അവരുടെ ഏപ്രിൽ മാസത്തെ ഡാറ്റ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഏതൊക്കെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഏതൊക്കെ സ്റ്റോക്കുകളിൽ നിന്ന് അവർ എക്സിറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ അവർ റിലയൻസ് ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം അവർ അതിനകത്ത് ഏകദേശം 30.59 ലക്ഷം ഷെയർസാണ് അവർ അതിൽ നിന്ന് വിറ്റിരിക്കുന്നത്.
അപ്പം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ജിയോയിലും അത് അവരുടെ ആ ഒരു ലോയിൽ നിന്ന്, അതായത് 800 സംതിങ് ഉള്ള ആ ഒരു ലോയിൽ നിന്ന് അവർ കുറേ ഉയർന്നെങ്കിലും പിന്നീട് ആ ഒരു ജിയോയിലുള്ള ഒരു ജിയോയിലുള്ള ഒരു വളർച്ച കൊണ്ടാണ് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഓയിൽ, അതുപോലെ തന്നെ മറ്റുള്ള ബാക്കിയുള്ള സെക്ടറുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു കൊറോണയുടെ ഇഷ്യൂ, ലോക്ക്ഡൗൺ ഇമ്പാക്റ്റ് അതുകൊണ്ടൊക്കെ തന്നെ ഡൗൺ ആണ്. അതൊക്കെ ആ ഒരു റീസണൊക്കെ കാണിച്ചുകൊണ്ടാണ് അവർ ആ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവർ ഇതിലൊരു ഷെയർസ് അവർ എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇൻഫോസിസിനെ നോക്കുകയാണെങ്കിൽ, ഇൻഫോസിസിലും നോക്കുകയാണെങ്കിൽ ഒരു 6.3% കൺസോളിഡേറ്റ് പ്രോഫിറ്റ് അവർ Q4 അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ HDFC AMC നോക്കുകയാണെങ്കിൽ അവർ ഇവിടെയും ഏകദേശം 1.32 കോടി ഷെയർസ് അവർ അതിൽ നിന്ന് വിറ്റിട്ടുണ്ട് ഇൻഫോസിസിൽ നിന്ന്. ഇൻഫോസിസിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊറോണയുടെ ഒരു അൺസർട്ടനിറ്റി ഒക്കെ നിൽക്കുന്നത് കൊണ്ട് അവർ ഫിനാൻഷ്യൽ ഇയർ 2021 ഔട്ട്ലുക്കുകളൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത്, കാരണം ആ ഒരു മാർക്കറ്റ് ഇപ്പോൾ ഒരു കൊറോണയുടെ അൺസർട്ടനിറ്റി ഒക്കെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ അതെങ്ങനെ ഔട്ട്ലുക്ക് പ്രഡിക്റ്റ് ചെയ്യണമെന്ന്, ഗൈഡൻസ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് അവർക്കിപ്പോഴും ഒരു കൺഫർമേഷൻ ആയില്ല എന്നാണ് അവർ കൊടുത്ത അപ്ഡേറ്റ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് നോക്കുകയാണെങ്കിലും ഇപ്പോൾ അവർ 1.32 കോടി ഷെയർസ് അവർ വിറ്റിരിക്കുകയാണ്. പിന്നെ അതേ തുടർന്ന് ബാക്കിയുള്ള അവർ വിറ്റ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സീമെൻസ്, ടാറ്റ കെമിക്കൽസ്, സിപ്ല, സൺഫാർമ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലാണ് അവർ ഇപ്പോൾ എക്സിറ്റ് ആയിരിക്കുന്നത്. അവർ കൂടുതലായിട്ട് എൻട്രി കൊടുത്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയേഴ്സ് ഇന്ത്യ, NTPC, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, ഹിൻഡാൽകോ, പവർ ഗ്രിഡ്, വേദാന്ത ഇങ്ങനെ കുറേ സ്റ്റോക്കുകളിൽ അവർ വീണ്ടും എൻട്രി കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 50 ലക്ഷം ഷെയർസിൻ്റെ മുകളിൽ അവർ എൻട്രി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കുകൾ നമ്മളൊന്ന് അനാലിസിസിന് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കുകളെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒക്കെ ആക്ടിവിറ്റി നമുക്ക് വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ലോങ് ടൈമിലേക്കുള്ള ഒരു വിഷൻസ് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ബിൽഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു അപ്ഡേറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായെങ്കിലും ഫെർട്ടിലൈസർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സെയിൽസിൽ വലിയ കുറവ് വന്നിട്ടില്ല. അതായത് ഏപ്രിൽ മാസത്തിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ കുറവ് വന്നിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കാരണം അഗ്രികൾച്ചർ ബിസിനസ്സിന് അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ഫെർട്ടിലൈസേഴ്സിന് ഏകദേശം 47% വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ഫെർട്ടിലൈസർ കമ്പനികൾ അവർ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനികളൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു എൻട്രി പോയിന്റ് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വിശ്വാസം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തൊരു എൻട്രി എടുക്കാം. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് പിരമൽ എൻ്റർപ്രൈസസ് അവർ ഒരു നെറ്റ് ലോസാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1700 കോടി നെറ്റ് പ്രോഫിറ്റ് Q4. പിന്നെ അതുപോലെ തന്നെ മോട്ടിലാൽ ഒസ്വാൾ നോക്കുകയാണെങ്കിൽ അവരും 254 കോടിയുടെ നെറ്റ് ലോസാണ് Q4 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. കാരണം റീസൺ നോക്കുകയാണെങ്കിൽ ഗോൾഡ്മാൻ സാഷ് അവർ ന്യൂട്രൽ നിന്ന് ഒരു സെല്ലിലേക്ക് അവർ ഡൗൺഗ്രേഡ് ചെയ്തു സ്റ്റോക്കിനെ. അതുപോലെ തന്നെ SBI കാർഡ്സ് പേയ്മെൻറ്റ് സർവീസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടർ SBI ലൈഫ് ഇൻഷുറൻസ് 1.12 ലക്ഷം ഷെയർസ് മെയ് 7-നും മെയ് 8-നും ഇടയ്ക്കായിട്ട് വിറ്റിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ്, റെയിൽ വികാസ് നിഗം അതുപോലെ തന്നെ UPL ഈ ഒരു സ്റ്റോക്കുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു ലാർജ് ട്രേഡ് അലർട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കുകളൊക്കെ അപ്പിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതൊരു എന്താണെന്നുള്ളത് വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഒരു ന്യൂസ് അപ്ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് വഴിയായിട്ട് പോസ്റ്റ് ചെയ്യുക. പിന്നെ HUL അതേപോലെ തന്നെ ഒരു ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ട്. 16 lakh ഷെയർസിൻ്റെ ഒരു ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ട് NSEയിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ലാർജ് ട്രേഡിനെ തുടർന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഡൗണിലാണ് പോയത്. അപ്പോൾ ഒരു പോസിറ്റീവ് ന്യൂസ് അല്ല എന്നാണ് നമുക്ക് വേണം കാണാനായിട്ട്. പിന്നെ ബന്ധൻ ബാങ്ക് നോക്കുകയാണെങ്കിൽ അവരും ഏണിങ്സ് റിലീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 517 കോടിയാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ലാസ്റ്റ് ഇയറിലെ സെയിം പീരീഡിൽ നോക്കുകയാണെങ്കിൽ 650 കോടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്വാർട്ടർ വൈസ് നോക്കുകയാണെങ്കിൽ 29% ഡിക്ലൈൻ ആണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ. പക്ഷേ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 33% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗ്രോസ് NPA നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അവർക്ക്. അതുപോലെ തന്നെ നെറ്റ് NPA നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ അംബുജ സിമെൻറ്റ്സ് അവർ ഇൻ്റരിം ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് 2 രൂപ പെർ ഷെയർ. അത് റെക്കോർഡിംഗ് ഡേറ്റ് ആയിട്ട് മെയ് 20 ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ACC നോക്കുകയാണെങ്കിൽ അവിടെയും അവർ ഇൻ്റരിം ഡിവിഡൻ്റ് ആയിട്ട് 14 രൂപ പെർ ഷെയർ മെയ് 20 തന്നെയാണ് അവർ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇനി ഗ്ലോബൽ ലെവലിലുള്ള മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിലുള്ള അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ വുഹാനിൽ പിന്നെയും പുതിയ ഇൻഫെക്ഷൻസ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഒരു സെക്കൻഡ് വേവ് ആയിട്ട് ഇങ്ങനെ വീണ്ടും കൊറോണ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവർ വേറൊരു സിറ്റി ഫുള്ളായിട്ട് അവർ ലോക്ക്ഡൗൺ ചെയ്തു എന്നുള്ളത്.
പിന്നെ അതുപോലെ തന്നെ ഫിലിപ്പീൻസ് നോക്കുകയാണെങ്കിൽ അവിടെയും അവർ ചില സ്ഥലങ്ങളിൽ ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ റഷ്യ നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ റെക്കോർഡ് നമ്പർ ഓഫ് കേസസ് ആണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ബാക്കിയുള്ള ഇറ്റലീനെയൊക്കെ അവർ ക്രോസ് ചെയ്തു അവരുടെ നമ്പർ ഓഫ് കേസസിൽ. അതുപോലെ തന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും ഇപ്പം 70,000-ന് മുകളിൽ എത്തി നിൽക്കുന്നു കൊറോണ കേസസ്. അതുപോലെ തന്നെ ഇന്നത്തെ ആ ഒരു ഇത് പ്രധാനമന്ത്രിയുടെ ലൈവ് വാച്ച് ചെയ്യുക. എന്താണ് അദ്ദേഹം കൊണ്ടുവരുന്ന അപ്ഡേറ്റുകൾ, അതുപോലെ തന്നെ ഇനി ലോക്ക്ഡൗണിനെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. തീർച്ചയായിട്ടും അത് മാർക്കറ്റിൽ കൂടുതൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസൊക്കെ കമൻറ്റ് വഴിയായിട്ട് ഷെയർ ചെയ്യുക. കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു ന്യൂസുകളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസാണ് ഈ ഒരു സമയത്ത് കൊണ്ടുവരേണ്ടതും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.